നമുക്കൊക്കെ നമ്മുടെ ലൈഫിൽ ഓരോരോ ബെസ്റ്റ് ഫ്രണ്ട്സ് ഉണ്ടായിരിക്കും അല്ലേ. അപ്പോൾ ഈ ബെസ്റ്റ് ഫ്രണ്ട്സ് ആവുന്നത് എന്തുകൊണ്ടാണ്? നമ്മൾ ഒരേ ഒരു വേവ് ലെങ്ത് ആയതുകൊണ്ടാണ്, നമ്മൾ നന്നായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതുകൊണ്ടാണ്, നമ്മൾ നന്നായിട്ട് ചില്ല് ചെയ്യുന്നതുകൊണ്ടാണ്, നമ്മൾ നന്നായിട്ട് വൈബ് ചെയ്യുന്നതുകൊണ്ടാണ്, ഹാങ് ഔട്ട് ചെയ്യുന്നതുകൊണ്ടൊക്കെയാണ് അല്ലേ. അപ്പോൾ ബെസ്റ്റ് ഫ്രണ്ട്സിന് നമ്മുടെ ലൈഫിൽ എപ്പോഴും ഒരു വാല്യൂ ഉണ്ടായിരിക്കും. ഈ ഒരു ബെസ്റ്റ് ഫ്രണ്ട് നമ്മുടെ പാർട്ട്ണർ ആണെന്നുണ്ടെങ്കിൽ ആലോചിച്ച് നോക്കി എന്ത് രസമായിരിക്കും നമ്മുടെയൊക്കെ ലൈഫ് എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ എപ്പോഴും ഒരു മാരിറ്റൽ ലൈഫിൽ നമ്മൾ ആസ് എ പാർട്ട്ണർ എന്നതിലുപരി നല്ലൊരു ഫ്രണ്ട് എന്ന് പറയുന്നതിൽ, അല്ലെങ്കിൽ എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് ആണ് എന്ന് പറയുന്നതിലാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം ഇരിക്കുന്നത്. അതിലെല്ലാം ഉണ്ട്. നമ്മുടെ ഒരു മാരിറ്റൽ ലൈഫിലെ അല്ലെങ്കിൽ ഏതോ റിലേഷൻഷിപ്പിലും സുഹൃത്ത് ബന്ധത്തിന് അത്രത്തോളം വാല്യൂ ഉണ്ട്. നമ്മുടെ പാർട്ട്ണർ നമ്മളടുത്ത് നല്ലൊരു സൗഹൃദത്തിലാണെന്നുണ്ടെങ്കിൽ, നമ്മളൊരു നല്ലൊരു സുഹൃത്തായിട്ട് ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ലൈഫ് അടിപൊളിയാവുമെന്നാണ് പറയുന്നത്. ഇതൊന്നും ഞാൻ പറഞ്ഞതല്ല കേട്ടോ, ഗവേഷണങ്ങളൊക്കെ അങ്ങനെയാണ് പറയുന്നത്. ഓൾമോസ്റ്റ് നല്ലൊരു മാരിറ്റൽ ലൈഫ് മുന്നോട്ട് നയിക്കുന്നവരൊക്കെ പാർട്ട്ണറുമായിട്ട് നല്ലൊരു സുഹൃത്ത് ബന്ധം കീപ്പ് ചെയ്യുന്നവരായിരിക്കും എന്നാണ് പറയുന്നത്. അപ്പോൾ അങ്ങനെ ആഗ്രഹിക്കാത്തവരായിട്ട് ആരുമില്ല അല്ലേ. നമ്മുടെ ഒരു പാർട്ട്ണർ നമ്മുടെ ബെസ്റ്റ് ഫ്രണ്ട് ആയിരിക്കണം എന്ന് ആഗ്രഹിക്കുന്നവരാണ് പലരും എന്ന് പറയുന്നത്. നമുക്കറിയാം അത് അല്ലേ. ഓൾമോസ്റ്റ് അങ്ങനെ തന്നെ അല്ലേ എല്ലാവരും. നമ്മളായിട്ട് അത്രയും കംഫർട്ടബിൾ ആയിട്ട് ഇരിക്കണം എന്ന് ആഗ്രഹിക്കുന്നവരായിരിക്കും അല്ലേ. അപ്പോൾ എങ്ങനെ നമ്മുടെ പാർട്ട്ണറെ നമ്മൾ നല്ലൊരു ഫ്രണ്ടാക്കി എടുക്കാൻ പറ്റും എന്നുള്ളത് നമുക്ക് നോക്കാം. വെൽക്കം ടു ജസ്റ്റ്. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് നിങ്ങളുടെ പാർട്ട്ണറെ കുറിച്ച് നിങ്ങൾ മനസ്സിലാക്കുക എന്നുള്ളത് തന്നെയാണ്. നിങ്ങളുടെ പാർട്ട്ണർ എന്താണ്, അവരുടെ ഇഷ്ടങ്ങൾ എന്തൊക്കെയാണ്, അവരുടെ ഫ്രണ്ട്സ് എന്താണ്, ഫാമിലി എന്താണ്, അതുപോലെ തന്നെ ഡ്രീംസ് എന്താണ്, കരിയറിൽ എന്ത് അച്ചീവ് ചെയ്യണം എന്നാണ് ആഗ്രഹം, അതുപോലെ ഹാപ്പി ആക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്, സാഡ് ആക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്, അവർക്ക് ഹേർട്ട് ആവുന്ന വാക്കുകൾ എന്തൊക്കെയാണ്, എന്തൊക്കെ സിറ്റുവേഷൻസ് ആണ് ഇഷ്ടമല്ലാത്തത്, അങ്ങനെ എല്ലാ കാര്യങ്ങളും നോ യുവർ പാർട്ട്ണർ എന്ന് പറഞ്ഞാൽ അതിലെല്ലാം ഉണ്ട്. അതിലെല്ലാ കാര്യവും കംഫർട്ടബിളും ഇൻസെക്യൂരിറ്റീസും എല്ലാ കാര്യങ്ങളും നിങ്ങൾ മനസ്സിലാക്കി വെക്കുക എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം. പക്ഷെ എത്രത്തോളം നമ്മൾ പാർട്ട്ണറെ മനസ്സിലാക്കണം എന്ന് എങ്ങനെയൊക്കെ പറഞ്ഞാലും ഉള്ളൊരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ പാർട്ട്ണറെ നമ്മൾ മനസ്സിലാക്കാൻ ശ്രമിക്കുന്നില്ല എന്നുള്ളതാണ്. നമ്മൾ എപ്പോഴും നമ്മുടെ കണ്ണിൽ പെട്ടെന്ന് ഉടക്കുന്ന ഒരു കാര്യം എന്താ, നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ മാത്രമായിരിക്കും. അങ്ങനെ നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ മാത്രം ഉടക്കുന്നതുകൊണ്ട് പാർട്ട്ണറുടെ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളൊന്നും നമ്മൾ വല്ലാണ്ട് മൈൻഡ് ചെയ്യില്ല. അതാണ് ഏറ്റവും വലിയൊരു വിഷയം എന്ന് പറയുന്നത്. എപ്പോഴും നമ്മൾ പോസിറ്റീവായിട്ടുള്ള കാര്യത്തിന് ആദ്യം മൈൻഡ് കൊടുക്കും, എന്നിട്ടല്ലേ നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ. നമുക്ക് പോസിറ്റീവായിട്ടുള്ള എത്രയോ കാര്യങ്ങൾ ചെയ്യുന്നത് ഈ ഒരൊറ്റ നെഗറ്റീവ് കൊണ്ടാണ് നമ്മളൊന്നും കാണാണ്ട് പോകുന്നത്. അങ്ങനെ ഒരിക്കലും ചെയ്യരുത് കേട്ടോ. അപ്പോൾ നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന സമയത്ത് നല്ലൊരു ഫ്രണ്ട്ലി കോൺവെർസേഷൻ എപ്പോഴും കീപ്പ് ചെയ്യാനായിട്ട് നോക്കുക. ഒരു ഫ്രണ്ട്ലി കോൺവെർസേഷൻ എന്ന് പറഞ്ഞാൽ ഭയങ്കര ഹറിബറി ആയിട്ടിരിക്കുന്ന സമയത്ത് ഒന്നും പോയി ചെയ്യാൻ നിൽക്കരുത് കേട്ടോ. രണ്ടുപേരും ശാന്തമായിട്ട് കാം ആൻഡ് ക്വയറ്റ് ആയിട്ടിരിക്കുന്ന ഒരു സിറ്റുവേഷനിൽ, അങ്ങനെ ഒരു സറൗണ്ടിങ്സിൽ ഇരുന്നുകൊണ്ട് വേണം നിങ്ങൾ സംസാരിക്കാനായിട്ട്. അപ്പോൾ എന്ത് ടോപ്പിക്കിനെ കുറിച്ച് നിങ്ങൾക്ക് സംസാരിക്കാം. നിങ്ങളുടെ ഡ്രീംസിനെ കുറിച്ച് സംസാരിക്കാം, കരിയറിനെ കുറിച്ച് സംസാരിക്കാം, അല്ലെങ്കിൽ ഇന്ന് കണ്ടു വന്നൊരു സിനിമയെക്കുറിച്ച് സംസാരിക്കാം, വായിച്ചൊരു പുസ്തകത്തിനെ കുറിച്ച് സംസാരിക്കാം, രാഷ്ട്രീയത്തെക്കുറിച്ച് സംസാരിക്കാം. അങ്ങനെ രണ്ടുപേർക്കും താല്പര്യമുള്ള, കേൾക്കാൻ ഇഷ്ടമുള്ള, പറയാൻ ഇഷ്ടമുള്ള കാര്യങ്ങളെ കുറിച്ചിട്ട് വാദോരാണ്ട് സംസാരിക്കുക. അപ്പം നല്ലോണം നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ നിങ്ങൾ കേൾക്കാനും കൂടെ തയ്യാറാവണം കേട്ടോ. വെറുതെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന മാത്രം പറയല്ല, ഞാൻ കേൾക്കാനും കൂടെ തയ്യാറാവണം. അങ്ങനെ കേട്ടാൽ മാത്രമാണ് അയാൾ എന്താണ്, അയാളുടെ ഇഷ്ടങ്ങൾ എന്തൊക്കെയാണ്, ആ ഒരു ഏരിയയിൽ അയാളുടെ നോളജ് എന്താണ്, ആ ഒരു ഏരിയയുമായിട്ട് അയാൾക്ക് എത്രത്തോളം പാഷൻ ഉണ്ട് എന്ന കാര്യങ്ങളൊക്കെ നമുക്ക് മനസ്സിലാവത്തുള്ളൂ. മൂന്നാമത്തെ ഒരു കാര്യം എന്ന് പറയുന്നത് നമ്മൾ ക്വാളിറ്റി ടൈം എപ്പോഴും സ്പെൻഡ് ചെയ്യാന്നുള്ളത്. അതെങ്ങനെയും ചെയ്യാം. നിങ്ങൾ മേ ബി കുക്ക് ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ ഒരുമിച്ച് കുക്ക് ചെയ്യുക. കുക്ക് ചെയ്യാൻ ഇഷ്ടപ്പെടാത്തവരാണെന്നുണ്ടെങ്കിൽ അറ്റ്ലീസ്റ്റ് ഹെൽപ്പെങ്കിലും ചെയ്യാം. കുക്ക് ചെയ്യുന്ന സമയത്ത് അറ്റ്ലീസ്റ്റ് അടുത്ത് പോയിരുന്ന എന്തെങ്കിലും സംസാരിച്ചുകൊണ്ടിരിക്കാം, അല്ലെങ്കിൽ ഒരുമിച്ച് ട്രാവൽ ചെയ്യാൻ നോക്കാം, അല്ലെങ്കിൽ ഒരു ഡ്രൈവിനൊക്കെ പോവുക, ഗിഫ്റ്റ്സ് ഒക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും കൈമാറുക, അതിനെക്കുറിച്ച് സംസാരിക്കുക, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യുക. അല്ലെങ്കിൽ എന്തെങ്കിലും ഹെൽപ്പ് വേണമെന്ന് ഓഫർ ചെയ്യുക, അല്ലെങ്കിൽ സപ്പോർട്ട് ചെയ്യുക എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യുന്ന സമയത്ത്. ഇതൊക്കെ ഒരു പേരിന് വേണ്ടി മാത്രം, അല്ലെങ്കിൽ ഞാൻ ചെയ്യണമല്ലോ പറഞ്ഞിട്ട് ചെയ്യാൻ നിൽക്കരുത് കേട്ടോ. മനസ്സൊന്ന് വരണം ഈ സാധനങ്ങളൊക്കെ. നമ്മൾ റെഗുലറായിട്ട് വല്ലപ്പോഴും ചെയ്യാനായിട്ട് നോക്കരുത്. റെഗുലറായിട്ട് ഈ സാധനങ്ങളൊക്കെ നമ്മൾ മുന്നോട്ട് കൊണ്ടുപോവുക. എപ്പോഴും ക്വാളിറ്റി ടൈം സ്പെൻഡ് ചെയ്യുന്നത് റെഗുലറായിട്ട് മുന്നോട്ട് കൊണ്ടുപോയാൽ മാത്രമാണ് നമ്മുടെ ആ റിലേഷൻഷിപ്പും ലൈഫ് ടൈം ഒരു സെറ്റിൽമെൻ്റ് ആയിട്ട് അങ്ങനെ കിടക്കത്തുള്ളൂ. അതുപോലെ തന്നെ നമ്മൾക്ക് ലൈഫിൽ ഒത്തിരി ഡിഫിക്കൽട്ടായിട്ടുള്ള ടഫായിട്ടുള്ള സിറ്റുവേഷൻസ് കടന്നു പോകും അല്ലേ. അങ്ങനത്തെ സമയത്തൊക്കെ പരസ്പരം കുറ്റപ്പെടുത്താണ്ട്, പരസ്പരം കൈവിടാണ്ട്, പരസ്പരം സപ്പോർട്ടായിട്ട് കൂടെ നിൽക്കാനായിട്ട് ട്രൈ ചെയ്യാനായിട്ട് നോക്കും. ഒരു മോട്ടിവേഷൻ എപ്പോഴും ബാക്കിൽ നിന്ന് ഒരു സപ്പോർട്ട് കൊടുത്തുകൊണ്ടിരിക്കുക, മോട്ടിവേഷൻ കൊടുത്തുകൊണ്ടിരിക്കുക. അപ്പോഴാണ് ലൈഫ് രണ്ടുപേരും ഒരുമിച്ച് മുന്നോട്ട് കൊണ്ടുപോകുന്നു. ഒരുമിച്ച് ലൈഫിൽ പ്രശ്നങ്ങളൊക്കെ തരണം ചെയ്ത് സോൾവ് ചെയ്ത് സൊല്യൂഷൻസ് കണ്ടെത്തി ഓവർകം ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോയിട്ട് നമ്മുടെ ഒരു ഹാപ്പി ലൈഫ് നയിക്കുമ്പോൾ കിട്ടുന്ന ഒരു സന്തോഷം എന്ന് പറയുന്നത് കുറച്ചൊന്നുമല്ല. ഒരാൾ മാത്രം മുന്നോട്ട് കൊണ്ടുപോകുന്നു, രണ്ടുപേരും ഒരുമിച്ച് എല്ലാ ബാരിയേഴ്സും തരണം ചെയ്ത് മുന്നോട്ട് വരുന്നതും രണ്ടാണ്. അതിലൊരു സന്തോഷം വേറെയാണ്. അപ്പം നിങ്ങൾ ബെസ്റ്റ് ഫ്രണ്ട്സ് ആയിട്ടൊക്കെ ഇരിക്കണം എന്നുണ്ടെങ്കിൽ രണ്ടുപേരും ഒരുമിച്ച് എന്ത് ബുദ്ധിമുട്ടിനെയും നേരിടാനായിട്ട് നോക്കണം. നമ്മളൊക്കെ ഫ്രണ്ട്സിൻ്റെ കൂടെ എപ്പോഴും ടൈം സ്പെൻഡ് ചെയ്യുന്നത് എന്തുകൊണ്ടാണ്? നമ്മൾ അവിടെ എപ്പോഴും കംഫർട്ടബിൾ ആയിട്ട് ഹാപ്പി ആയിട്ട് ഒരു ഫണ്ണും കാര്യങ്ങളും എപ്പോഴും
ചിരിയും കളിയും ബഹളമൊക്കെ ആയിട്ട് ഒരു പ്ലേഫുൾനെസ് ഉള്ളതുകൊണ്ടാണ് നമ്മൾ ഫ്രണ്ട്സിൻ്റെ അടുത്ത് എപ്പോഴും ഹാങ് ഔട്ട് ചെയ്യുന്നത് അല്ലേ? ഇതിനൊരു സാറ്റിസ്ഫാക്ഷൻ വേറെ തന്നെയാണ്. അപ്പോൾ ഈ ഒരു ഫണ്ടും കാര്യങ്ങളൊക്കെ നിങ്ങളുടെ ഒരു പാർട്ട്ണറുടെ കൂടെയും നിങ്ങൾ കൊണ്ടുവരാനായിട്ട് ട്രൈ ചെയ്യുക. ഒരു ഫണ്ണൊക്കെ കണ്ടെത്തുക, അതിൽ കോമഡി പറയുക, ചിരിക്കുക, ഒരു പ്ലേഫുൾനെസ് നിങ്ങളുടെ ലൈഫിൽ കൊണ്ടുവരിക. അപ്പോഴാണ് നിങ്ങൾ കുറച്ച് ഹാപ്പി ആയിട്ടുള്ള സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ള ഒരു സിറ്റുവേഷൻസ് നിങ്ങളുടെ ലൈഫിൽ വരത്തുള്ളൂ. അതെപ്പോഴും നിങ്ങൾ കൊണ്ടുപോകണം. ഒരു ഫൺ അറ്റ്മോസ്ഫിയർ എപ്പോഴും, ഒരു ഹാപ്പി അറ്റ്മോസ്ഫിയർ എപ്പോഴും നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ കീപ്പ് ചെയ്യണം. അല്ലാന്നുണ്ടെങ്കിൽ ഭയങ്കര ബോറായിരിക്കും ലൈഫ് എന്ന് പറയുന്നത്. ഈ പ്രശ്നവും ക്യാഷിൻ്റെ ഇഷ്യൂസും ജോലിയും അതും ഇതൊക്കെ ആയിട്ട് എപ്പോഴും നമുക്കൊരു ബോറടി ആയിരിക്കും. അപ്പോൾ എപ്പോഴും നിങ്ങൾ ഫണ്ണായിട്ടുള്ള ഒരു പ്ലേഫുൾനെസ് ആയിട്ടുള്ള ഒരു ഹാപ്പി അറ്റ്മോസ്ഫിയർ കീപ്പ് ചെയ്യാനായിട്ട് നോക്കുക. ഓക്കെ, അപ്പോൾ ഈ പാർട്ട്ണറിൽ നിന്നും ഫ്രണ്ട് ആവുക എന്നുള്ളൊരു പറയുന്ന, അല്ലെങ്കിൽ ഒരു സുഹൃത്ത് ബന്ധം നിലനിർത്തുക എന്ന് പറയുന്നത് അത്ര ഈസി ആയിട്ടുള്ളൊരു കാര്യം എന്നല്ല, ഭയങ്കര ടഫായിട്ടുള്ള പരിപാടി തന്നെയാണ്. ഈ പാർട്ട്ണറായിട്ടേ ഞാൻ നിൽക്കുകയുള്ളൂ, ഹസ്ബൻഡായിട്ടേ ഞാൻ നിൽക്കത്തുള്ളൂ, ബലം പിടിച്ച് പണ്ടത്തെ പോലെ തന്നെ ഇങ്ങനെ ഞാൻ ഹസ്ബൻഡ് മുന്നിൽ നടക്കും, നീ വൈഫ് ബാക്കിൽ നടക്കും എന്ന് പറഞ്ഞിട്ട് ആ ഒരു മൈൻഡ് സെറ്റോട് കൂടി ജീവിച്ചാൽ ഇതൊരിക്കലും നടക്കില്ല. നിങ്ങൾക്കൊരു സ്വയം ബോധ്യം വേണം. എൻ്റെ ഫ്രണ്ട് എൻ്റെ പാർട്ട്ണറായിരിക്കണം എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് എന്നുള്ളൊരു സ്വയം ബോധ്യത്തോട് കൂടിയിട്ട് എല്ലാ കാര്യങ്ങളും പരസ്പരം തുറന്നു പറയാനും കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനും ആ ട്രസ്റ്റും ആ ഒരു ട്രാൻസ്പെറൻസിയും എല്ലാം കൊണ്ടുവന്നാൽ മാത്രമാണ് നമുക്കൊരു ഫ്രണ്ടായിട്ട് ഇരിക്കാൻ പറ്റത്തുള്ളൂ. ഓക്കെ, അപ്പോൾ നിങ്ങൾ ആദ്യം സ്വയം ഒന്ന് മനസ്സിലാക്കിയിട്ട് വേണം ഇതിനൊക്കെ ഇറങ്ങിത്തിരിക്കാനായിട്ട്. പറ്റും.